ഹായ് എവറി വൺ. സോ ഇതൊരു തേർഡ് ടേക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേര് സൈലൻറ്റ് ഇൻഫ്ലെയിം ജേർണിയൽ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക്സ് നന്നായിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ കൺവേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് ബ്ലോക്കായിട്ട് പോവുകയാണ്, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് പോവുക എന്തോ. സോ ദിസ് ഇസ് തേർഡോ ഫോർത്തോ ടേക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഓൾറെഡി കാർഡ്സ് എടുത്ത് കിട്ടിയിട്ടുണ്ട് വിൽ ഓഫ് ഫോർച്യൂൺ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിൽ യുവർ പേഴ്സൺ ടേക്ക് ആക്ഷൻ? നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമോ എന്നാണ് കേട്ടോ. വിൽ ഓഫ് ഫോർച്യൂൺ ആണ് ഓവറോൾ എനർജി പറയുന്നത്. എന്താണ്? നമ്മൾ ഡെസ്റ്റിനി അല്ലെങ്കിൽ കർമ്മ അല്ലെങ്കിൽ ഫോർച്യൂൺ അല്ലേ, കുറച്ച് നിങ്ങൾ തമ്മിൽ കാർമിക് കോൺട്രാക്ട്സ് അതിശക്തമായിട്ടുള്ളൊരു കാർമിക് കോൺട്രാക്ട്സ് ആണ്. അത് കഴിയണ ഒരു ദീർഘനാളത്തെ കാർമിക് കോൺട്രാക്ട്സ് ഉണ്ട്. അപ്പോൾ കാർമിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മോശം എന്നല്ല. കർമ്മ നല്ല കർമ്മയുണ്ട്, മോശകർമ്മയുണ്ട്. മോശകർമ്മ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കുക, കൊല്ലുന്നത്, അതൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചതിക്കുക, ഇതൊക്കെ മോശകർമ്മയാണ്. അത് നമുക്ക് തിരിച്ച് കിട്ടും. നമ്മൾ നല്ല കർമ്മ ചെയ്യുക, മറ്റുള്ളവർക്ക് ഒരു വെളിച്ചം കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊക്കെ സോൾ പർപ്പസ് ചെയ്ത് നിങ്ങൾക്കൊക്കെ വെളിച്ചം തരികയാണല്ലോ, അപ്പോൾ അത് നല്ലൊരു ഗുഡ് കർമ്മയാണ്. അപ്പോൾ എനിക്കും അതിൻ്റെ നല്ല ഗുഡ് കർമ്മ കിട്ടും, നിങ്ങൾക്കും കിട്ടും. ഓക്കെ, എനർജി അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ആദ്യം ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം പറയാനുള്ള കാഴ്ച. അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നു. നിങ്ങൾ പേജ് ഓഫ് സോർട്സ് ആണ് കാണിക്കുന്നത്. അവരെ കാലിപ്പോഴും പാസ്റ്റില്ല. ഫ്യൂച്ചറിലേക്ക് അടുത്ത കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാല് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, വിച്ച് മീൻസ് ദെയർ പാസ്റ്റ്. അവർ പാസ്റ്റിലത്തെ നിങ്ങളുമായിട്ടുള്ള മൊമെൻറ്റ്സ്, അങ്ങനത്തെ മൊമെൻറ്റ്സ് ഒന്നും ഇവർക്ക് അങ്ങനെയുള്ള ഒരു ഇൻറ്റിമസി ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള പ്ലഷർ ഉണ്ടാവാം, പക്ഷേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് ദറ്റ് എനർജി, ദറ്റ് സ്പാർക്ക്, അത് അവർക്ക് ലഭിക്കുന്നില്ല ഇവിടുന്ന്. സോ ദേ ആർ മിസ്സിങ്. അവർ മിസ്സ് ചെയ്യണം. അപ്പോൾ അവർ മിസ്സ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ലോജിക്കൽ സൈഡിലുള്ള കാര്യങ്ങൾ അവർ കൺക്വർ ചെയ്യാനാണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെയാണ് കേട്ടോ. എനിക്കും അങ്ങനെയാണ് മനസ്സിലായി. പേജ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും മിസ്സ് ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് എന്തായാലും ഇനി ഒരു പറ്റില്ല എന്നൊക്കെ ചിന്തിക്കണം. അവരത്ര വേക്കണ്ടല്ല, അവർ വേക്കിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ആഗ്രഹിച്ച് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഓരോ പോയിൻ്റ് ഔട്ട് ചെയ്ത് വാങ്ങുകയാണ്. അപ്പോൾ അവർ ഹാപ്പി ആവുമെന്ന് വിചാരിക്കും. പക്ഷേ അവർ സോൾ ആപ്പിളും ഹാപ്പിയാണോ? അല്ല, അവർ സോൾ ആപ്പിളും ഹാപ്പി അല്ല. അതാണ് ഈ നടുക്കിലത്തെ കാർഡ് പറയുന്നത്. അവർ സോൾ ഹാപ്പി അല്ല, അവരിങ്ങനെ തേടുകയാണ്. അവർ വിചാരിക്കുന്ന അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അവർ ആ ത്രാസിങ്ങനെ ഇങ്ങനെ കൂട്ടി തുടങ്ങും തോറും അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് വരുന്നത് ഒരിക്കലുമില്ല. അവർക്ക് ഹാപ്പിനെസ് ഇല്ല. അവരിങ്ങനെ അവരുടെ സോളിൻ്റെ ഹാപ്പിനെസ് തേടാതെ ഫിസിക്കൽ ഹാപ്പിനെസ് അവർക്ക് അത്ര അതിലേക്ക് വരുന്നുള്ളൂ. അതാണ് മെയിൻ. അതാണ് ഹാങ്ഡ് മാൻ റിവേഴ്സാണ്. അവർക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പൈസ ഉണ്ടായതുകൊണ്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇന്നർ പീസ് ഉണ്ടാവണമെന്നില്ല, സമാധാനം ഉണ്ടാവണമെന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗോയിങ് ഓൺ എവേക്കണിങ് പ്രോസസ്സ്. അവർക്ക് എവേക്കണിങ് പ്രോസസ്സിന് ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഡിവൈൻ മാസ്കുലിൻസും കാണുന്നുണ്ട്. പറയാനുള്ളത്, നിങ്ങൾക്ക് ഡിവൈൻ മാസ്കുലിൻസിന് ഈ ഒരു 2025 ഈസ് എ വൈഡ് റേഞ്ച് ഓഫ് എവേക്കണിങ് അല്ലെങ്കിൽ റിയലൈസേഷൻസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എവേക്കണിങ് വരുന്നു, എസെൻഷ്യൽ രീതിയിൽ പ്രോസസ്സ് വരുന്നു. നിങ്ങൾക്ക് റിയലൈസേഷൻ്റെ സമയമാണ്. കാർമിക്കിൻ്റെ ആ ഒരു ഇനി നിങ്ങൾ കാർമിക്കായിട്ടുള്ള കണക്ഷനിലേക്കൊന്നും ആർക്കും അങ്ങനെ നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കില്ല. കാരണം നിങ്ങൾ ആ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും 2025 ഡിവൈൻ മാസ്കുലിൻസ് ഇയർ ആയിട്ടാണ്. സ്നേക്ക് എനർജിയാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു സെക്ഷൽ ട്രോമാസൊക്കെ കൂടുതലായിട്ട് നമുക്ക് കേൾക്കാം ന്യൂസസിലും കാര്യങ്ങളിലൊക്കെ. കാരണം ആ ഒരു ട്രോമ ഹീൽ ചെയ്യണ സമയം നമ്മളെപ്പോഴും നമ്മൾക്ക് വേണ്ടി ഹീൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുള്ളതാണ്, ലോകത്തിലെ എല്ലാവരും ആരൊക്കെയാണോ സെക്ഷുവലി ഒക്കെ പെയിനിലൂടെയും ആ ട്രോമയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അതിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടട്ടെ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് എനർജി കൊടുക്കുക, ലവ് എനർജി. എല്ലാവരും ഭൂമിയിൽ എല്ലാവരും ആരൊക്കെയാണോ സ്നേഹത്തിന് വേണ്ടിയിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അവർക്ക് എല്ലാവർക്കും അത് നിറവേറട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ എനർജി കൊടുക്കുമ്പോൾ എന്താണോ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക എന്ന് പറയാം. അപ്പോൾ അത്രയും നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ടവ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ടവ മൂവ്മെൻറ്റ്സ്, ജഗ്ലിങ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്. നോക്കൂ, ഇതിലൊക്കെ ഏതെങ്കിലും കാർഡ് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സും അവർ ഭയങ്കര വതിയായിട്ടും വദനായിട്ടും ഇങ്ങനെയല്ലേ പറയാം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അവർ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു. അതന്നെ കറക്റ്റ് വേർഡ്, ടെമ്പറൻസ്. കണ്ടോ, ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം അവരുടെ സൊസൈറ്റി കോൺഷ്യസ്നെസ്സിൽ നിൽക്കുന്നത് കൊണ്ട് നിർത്തിയിരുത്തേക്കാണല്ലോ അവരുടെ ഫാമിലി ആയിട്ടുള്ള ചട്ടങ്ങൾ. അപ്പോൾ അതാണ് അവരെ മെയിനായിട്ട് നിൽക്കുക. പക്ഷെ അവർക്ക് ചില സമയത്ത് ഫാമിലിയിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ കിട്ടുമ്പോൾ മനസ്സിലാവുന്നുണ്ട്
ഞാൻ എൻ്റെ ഇഷ്ടത്തെ നോക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനത്തെ ബർഡൻസ് വന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ അവർ നോക്കി 10 ഓഫ് സോഡ്സ് അവർ ചത്തു ജീവിക്കുകയാണ്. ദിസ് ഇസ് എ സിമ്പിൾ വേർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതാണ്ടൊക്കെ ക്ലാരിറ്റി നോക്കൂ. ഹാങ്ഡ് മാൻ, അതുപോലെ സ്റ്റാർ കാർഡ്. ഫിനാൻഷ്യൽ കാര്യത്തിൽ നോക്കുമ്പോൾ അവർ ഇനിയും സ്റ്റേബിൾ അല്ല എന്നൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് അവരൊന്ന് ലാഗാക്കുന്നത്. അവർ ഫിനാൻഷ്യലി ഒന്നുകൂടി ഒന്ന് സ്റ്റേബിൾ ആയിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ആ ഒരു ആക്ഷൻ അഫ്കോഴ്സ് എടുക്കും. കാരണം അവർ ബാലൻസിലേക്ക് വരുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ബാലൻസ് വരുന്നുണ്ട്. അവർ കുഞ്ഞു കുഞ്ഞു ചാരിറ്റികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. അതിലൊക്കെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നു. അവരുടെ സോൾ അപ്പോൾ ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ കാര്യത്തോട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അവരിങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കാം, ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ആളുകളൊക്കെ യൂണിവേഴ്സ് സോൾ ട്രൈബൊക്കെ കൊണ്ടിടുന്നുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ. അപ്പോൾ അങ്ങനെ അറിയുന്നു, ചാരിറ്റി ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് കാണിക്കുന്നുണ്ട്. ആൻഡ് ടവർ മൂവ്മെൻറ്റ്സ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് മീൻസ് ജഗ്ലിംഗ് ആണ്. നിങ്ങളെയും അവരും അമ്മാനം ആടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ത്രാസ് താഴ്ന്നിട്ടും നിങ്ങളെ ത്രാസ് മുകളിലാണ് നിൽക്കുന്നത്. അതിനർത്ഥം ആ ഒരു ഭാരം എവിടെയാണോ ആ ഒരു കാർമിക് സൈഡ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ ടവർ മൂവ്മെൻറ്റ്സ്. ശരിക്കും എനിക്കത് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയുക കാട്ടിൽ. ഇപ്പോൾ അവരൊരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വീട്ടിൽ 2 മുറികൾ താമസിക്കുന്ന ആളുകളെ പോലെയാണ് അവർ ജീവിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ റിയൽ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്ട്സും അവർ തമ്മിൽ നല്ല രീതിയിൽ സെപ്പറേറ്റഡാണ്, ഫിസിക്കലി സെപ്പറേറ്റഡാണ്. മനസ്സിലായി. ഇപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട്, ചേച്ചി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുമ്പോൾ മാരേജ് ചെയ്ത് പോകുന്നത് അപ്പോൾ അവർ സെക്ഷൽ ആയിട്ടുള്ള ഫിസിക്കൽ പ്ലഷേഴ്സൊക്കെ ഉണ്ടാവില്ല. പക്ഷെ അത് കുറവായിരിക്കും. അവർക്ക് തമ്മിൽ സാറ്റിസ്ഫിക്കേഷൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷനും കാണിക്കുന്നുണ്ട്. കൂടാതെ ടവർ മൂവ്മെൻറ്റ്സ് അവരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ ഒരു ജാൻ മിഡ് അല്ലെങ്കിൽ ഈ ഒരു ഇയറും ഹാഫൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കേൾക്കാം ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ ആകുന്നു. കാരണം അവരെ കാലിൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. സോ അങ്ങനെ എടുത്ത് വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതാണ്, ആക്ഷൻ എടുക്കും. കാരണം അവർക്ക് എന്തൊക്കെയോ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിലും അവർക്ക് എവിടെ നിന്നൊക്കെയോ ഇൻഫോർമേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അവർ നിങ്ങൾ ഭയങ്കര 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിലാണ് കാണുന്നത്. ഭയങ്കര അബണ്ടൻറ്റ് ലേഡിയാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ടല്ലോ ഇന്ന വർക്കൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ ഒരു ദേവിയെ എനർജി അല്ലെങ്കിൽ ഭയങ്കര നിങ്ങളോട് സംസാരിക്കുമ്പോൾ പണ്ടത്തെ നിങ്ങൾ ഭയങ്കര ഇങ്ങനെ ചെറുപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോടൊക്കെ വന്ന് ചിലപ്പോൾ കോൺടാക്റ്റ് വരുന്നത് ഓൺ ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഫീൽ ചെയ്യുന്നവർക്കത് മാറ്റം വന്നിട്ടുണ്ടല്ലോ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര കാംനെസ് ഉണ്ടായിരിക്കും. അപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ ഭയങ്കര അബണ്ടൻ്റ് ആവുന്നു. നിങ്ങളുടെ ലൈഫ് ഹാപ്പിനെസ്സിലൂടെ ഒക്കെ പോകുന്നത് കാണുമ്പോൾ ഇവർക്കും അതുപോലെയൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ കേട്ടോ. പെൻറ്റക്കിൾസ് എനർജി എനിക്ക് തോന്നുന്നത് കാണുന്നവരുടെ പാർട്ട്നേഴ്സ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ എയർ സൈൻസ് ആണ്, ജെമിനി, ലീബ്ര, അക്യൂറിയസ് ആണ് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ കർമ്മയുണ്ട്. അവർക്ക് ആ കർമ്മ കണക്ക് ഇനിയും കൂടി സെറ്റിൽമെൻറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഒരു ഇയർ കംപ്ലീറ്റ് ആവുമ്പോഴേക്കും ഏതാണ്ടൊക്കെ ഡിവൈൻ മാസ്കുലീൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ കർമ്മ അക്കൗണ്ട്സ് സെറ്റിൽമെൻറ്റ് ആവുന്നതാണ്. അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ അത് ഷുവറായിട്ട് ഉള്ള കാർഡാണ് കേട്ടോ. ഓക്കെ. കാരണം ബാലൻസിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു ഇംബാലൻസ് ആണ്. അവരവരുടെ മൈൻഡ്, ബോഡി, സോൾ, ഈ ട്രയാങ്കിൾ കാണിക്കുന്നത് രണ്ടിൻ്റെയും കണക്ഷനാണ്. മനസ്സും ആത്മാവും, മൈൻഡ്, ബോഡി, സോൾ, മനസ്സും ആത്മാവും ശരീരം തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ്ങർ ആവുന്നുണ്ട്. അവർ കൂടുതലും ബോഡി മൈൻഡറാണെങ്കിൽ അവർ സോൾ ലെവൽ, കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ സോൾ ലെവലിൽ അവർ ചെയ്യുമ്പോൾ ഭയങ്കര മനസ്സിന് അവർ ആനന്ദം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഹാപ്പിനെസ് കൊണ്ടുവരികയാണ്. സോ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ വളരെ ചാൻസസ് ഉണ്ട് കേട്ടോ. അവർക്ക് നല്ല രീതിയിൽ ഇന്നർ ചൈൽഡ് ഇഷ്യൂസസ് ഉണ്ട്. അതാണ് പേജ് ഓഫ് വാൻസും പേജ് ഓഫ് സോഡ്സും പെൻറ്റക്കിൾസും വന്നിട്ടുള്ളത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് മീൻസ് അവർക്ക് പെയിൻ വരുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് എല്ലാ എനർജി കൊണ്ട് ഡംപ് ചെയ്യും. വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല. അപ്പോൾ ഒരു പെയിൻ മാറും എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നിട്ട് അവർ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയൊക്കെ നേടാൻ ശ്രമിക്കുകയാണ്. നേടുമ്പോൾ അവർ വിചാരിക്കുന്നോ അവർ സക്സസ് ആയി, ഹാപ്പി ആയെന്നോ. പക്ഷേ ഹാപ്പി അല്ല. അവരപ്പോഴും നേടിക്കഴിഞ്ഞാലും അവർക്ക് എന്തോ ഒരു മിസ്സിങ് എനർജി. അതാണ് ഈ ഒരു മിസ്സിങ് എനർജി കാണിക്കുന്നത്. പേജ് ഓഫ് സോഡ്സ് ദ റിയലി മിസ്സിങ് യു. നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്തത് കംപ്ലീറ്റ്ലി പറയാനുള്ള ഒരു എനർജിയിലേക്ക് ഇനിയും കുറച്ചും കൂടി അവർ വളർന്നു വരാനുണ്ട്. എവേക്കണിങ് നടക്കുന്നുണ്ട്. എവേക്കണിങ് സ്ലോ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്, നിങ്ങളുടെ ജേർണി പുരോഗമിച്ച് കൊണ്ടുപോകാം. അവരെന്താണോ അവിടെ എന്താണെന്നൊന്നും നിങ്ങൾ ആരെക്കുറിച്ച് അന്വേഷിക്കാനോ ഫ്രണ്ട്സിനെ വിളിച്ച് ഡിസ്കസ് ചെയ്യാനോ ഇല്ല. അങ്ങനെ ഡിസ്കസൊക്കെ ചെയ്യുന്ന എനർജീസ് തേർഡ് പാർട്ടി എനർജീസാണ് കൂടി വരുന്നത്. ലെറ്റ് ഇറ്റ് ബി. അവരെന്താ വെച്ചാൽ ആവട്ടെ. നമ്മുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മളെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ശരിക്കും ഒരു യൂണിയൻ നടക്കണമെങ്കിൽ ആ ഒരു പേഴ്സൺ ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു എനർജി, ഇപ്പോൾ ഫെമിനിൻ എനർജി കംപ്ലീറ്റ്ലി അവളെ കണ്ടുപിടിക്കുമ്പോൾ അവളിൽ കണ്ടൻ്റായി ഹാപ്പി ആവുന്ന സമയത്താണ്
ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോഴും പ്രതീക്ഷിക്കാത്ത സമയത്താണ് യൂണിയൻസ് വരിക. അപ്പോൾ അങ്ങനത്തെ എനർജിയിലേക്ക് നിങ്ങൾ മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ ആക്ഷൻ എടുക്കും, അവർക്ക് ബാലൻസ് വരുന്നുണ്ട്. അതുപോലെ ഹാങ്ഡ് മാനൊക്കെ റിവേഴ്സാണ്. ആ ഒരു സ്റ്റക്ക്നെസ് മാറിയിട്ടുണ്ട്, സ്റ്റക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എന്താണ് എന്നുള്ളത് മാറി, അവർക്ക് എന്തോ ക്ലാരിറ്റി വന്നു, ബോണ്ട് ഉണ്ട്, എന്തോ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ മനസ്സിലാവും. നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് അവർ. അപ്പോൾ ഒരു ചക്രാസ് ആക്റ്റീവ് ആവുന്നുണ്ട്, അവർ ഓരോ അഡിക്ഷൻസ് മെല്ലെ മെല്ലെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അവരൊന്നും കൂടിയും ഡിവൈനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ യൂണിവേഴ്സ് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ അവർക്കൊരു സമയം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ അവർക്ക് ഒരുപാട് കർമ്മ ഡെപ്സ് ഉണ്ട്, കർമ്മക്കടങ്ങൾ. അപ്പോൾ ആ കർമ്മക്കടങ്ങളൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യണം. എപ്പോഴും റീഡ് ചെയ്യുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നുണ്ട്. ഇപ്പോൾ കർമ്മ ഇയർ ആയിരുന്നു 2024 പക്ഷേ അതും ഹീൽ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ഒരു ഇയറും കർമ്മ ഇയർ അവരെ ഫോളോ ചെയ്യുന്നതാണ് സാറ്റേൺ. അപ്പോൾ കർമ്മക്കണക്ക് നന്നായിട്ടുണ്ട്. 10-10 എന്നൊക്കെ കാണിക്കുന്നത് അല്ലേ, ടവ മൂമെൻറ്റ് 16th. അപ്പോൾ അതൊക്കെ മാറി മാറി വരും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ വേണ്ട ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ഫിനാൻഷ്യലി ഹൈ ആവുക, ഒരാളും ഡിപ്പെൻഡ് ചെയ്യേണ്ട. നമുക്ക് എല്ലാവർക്കും ഓരോ പാഷൻസ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കി അതിനെ വളർത്താൻ ശ്രമിക്കുക കേട്ടോ. ഒരിക്കലും തളർത്തുകയല്ല. ഇങ്ങനത്തെ ഓരോ പെയിൻ വരുമ്പോൾ നമ്മുടെ കഴിവുകൾ തളർത്തുമ്പോൾ നമ്മളുടെ സോളിലാണ് അതിൻ്റെ എനർജി ഡൗൺ ആവുന്നത്, സോൾ വേദനിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് പോകുന്നത്. നിങ്ങളോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ല. നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ എഫക്റ്റ്. ഇപ്പോൾ ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യാം. ചക്രാസ് ഞാൻ പറയാം, ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്ര, റൂട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര. എനിക്ക് തോന്നുന്നു താഴത്തെ 4-5 ചക്രാസ് ഹീൽ ചെയ്യുക. ഓക്കെ, അത് നല്ല രീതിയിൽ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജി കിട്ടുന്നതാണ്. ഇപ്പോൾ എനർജി ഇല്ലാതെ ഇങ്ങനെ ഡൗൺ ആയി 10 ഓഫ് സോൾസ് ആണ് ഏറ്റവും മോശമായിട്ടുള്ള കാണാണ് സോൾസിൽ. എനർജി ഇല്ല, ചത്ത് ജീവിക്കുകയാണ്. 10 കത്തി ഒരാളെ മേൽ കുത്തി ഇറക്കുമ്പോൾ അവർ മരണപ്പെട്ടു പോകില്ല ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഉള്ളിലൊക്കെ അവർക്ക് ഭയങ്കര ബ്ലീഡിങ്ങും സഫക്കേഷനാണ്. പെട്ടെന്ന് ഹൃദയമൊക്കെ നിന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അവരെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ബ്ലെസ്സിങ്സ് കൊടുക്കുക. ഇത് കേട്ടിട്ട് നിങ്ങൾ പോയി കോൺടാക്റ്റ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും അവരുടെ തോട്ട് വരുമ്പോൾ അവർക്ക് നല്ല ബ്ലെസ്സിങ്സ്, ഒരു കർമ്മക്കടക്ക് വേഗം സെറ്റിൽമെൻറ്റ് ആവട്ടെ, അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് അവർക്ക് എപ്പോഴും ബ്ലെസ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഐ ലവ് യു ഒക്കെ പറയാം ടെലിപ്പതിക്കൽ. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹീലാവുന്നതാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് കാണിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളോടും നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഭയങ്കര അബണ്ടൻ്റ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിക്കുക. ഓഫ് കോഴ്സ് ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അവർക്ക് ക്ലാരിറ്റി ഈ ഹാങ്ഡ് മാൻ റിവേഴ്സ് ആയിട്ടുണ്ട് അല്ലേ, സ്റ്റക്ക് എനർജി മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തോ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഇതൊരിക്കലും എനിക്ക് വിട്ടുപോകാൻ പറ്റാത്ത കണക്ഷനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഫോട്ടോസൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അവരുടെ കയ്യിൽ, അങ്ങ് നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. അതൊക്കെയാണ് ഇവർ തകർന്നു പോകുന്ന അവസ്ഥ. ഒരൊറ്റയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പണ്ട് ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഓടുന്നതാണെങ്കിൽ ഇപ്പോൾ അവർ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് കുറച്ച് സമയമെങ്കിലും. അത് ഡെഫിനറ്റ്ലി നല്ല ഒരു കാര്യമല്ലേ. സോ നിങ്ങളെ പേഴ്സൺ എന്തായാലും ആക്ഷൻ എടുക്കട്ടോ. ഞാൻ ഏഞ്ചൽസിൻ്റെ ആൻസേഴ്സും കൂടി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് 11-1 പോർട്ടൽ വരുന്നുണ്ട് കേട്ടോ. ഇനിയൊരു സാറ്റർഡേ ആണ് കാണിക്കുന്നത്, 4 ദിവസം കഴിഞ്ഞ് അല്ലേ. യെസ്, ഫസ്റ്റ് കാർഡ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന കാർഡ് ഷഫിൾ ചെയ്തിട്ട് എടുത്ത കാർഡ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ത്രോട്ട് ചക്ര അതൊന്നും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്, കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് കുറേ സ്റ്റക്നെസ് വരുന്നത്. റൊമാൻസ്, നിങ്ങളോട് ഭയങ്കരമായിട്ട് റൊമാൻസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള സൈക്കിള് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദർ ഈസ് സംതിങ് ബെറ്റർ. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനൊക്കെ, മീൻസ് നിങ്ങളെയല്ല, അവർ ഡീൽ ചെയ്യുന്ന ആളിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ ലൈഫിലേക്ക് വരാനുള്ളത്. മീൻസ് നിങ്ങൾ ആണ് ബെറ്റർ എന്നാണ് പറയുന്നത്. അവർ കണക്ട് ചെയ്തിട്ട് ദൈവത്തിനോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആസ്ക് യുവർ ഏഞ്ചൽസ്, നിങ്ങളോടും കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സിറ്റുവേഷൻസ് മാറുമെന്ന് അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആത്മാവ് പറയുന്നുണ്ട്. ഇതൊക്കെ മാറും, നീ ഹാപ്പി സ്റ്റേജിലേക്ക് വരും, നിൻ്റെ ലൈഫിലേക്ക് വെളിച്ചം വരും, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. പണ്ടൊന്നും ഒട്ടും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്കിപ്പോൾ ഒരു വിശ്വാസം, ട്രസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് റിമെയിൻ പോസിറ്റീവ്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈൻ ടൈമിംഗ് എന്ന സംഭവം. ഡിവൈൻ ടൈമിംഗ് മീൻസ് ആ ഒരു സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാജിക് മിറാക്കിൾസ് നടക്കും ഡെഫിനറ്റ്ലി ആയിട്ട്. ഓക്കെ, സോ ഒരു കാർഡ്, ലാസ്റ്റത്തെ കാർഡ് നമുക്ക് എടുത്തിട്ടില്ല, ഫോർഗീവ്നെസ് എടുത്തിട്ടില്ല എന്നല്ല, അത് അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. ഫോർഗീവ്നെസ്, യെസ്, ഇതുപോലെ നിങ്ങളും ഫോർഗീവ്നെസ് കൊടുക്കാതെ സ്റ്റക്കാണെന്നാണ് ആ കാർഡ്സ് പറയുന്നത്. നന്നായിട്ട് ഫോർഗീവ്നെസ് കൊടുക്കുക, എല്ലാവർക്കും ഫോർഗീവ്നെസ് കൊടുക്കുക. ഓക്കെ, ഇവർക്ക് കൊടുക്കുക, ഇവരെ സോളിന് കൊടുക്കുക.
തേർഡ് പാർട്ടി ആരൊക്കെയാണോ നിങ്ങളെ വേദനിപ്പിച്ച് അവരെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ സോളിന് അത് കൊടുക്കുക. ഒരു കോൺട്രാക്റ്റാണ്, മനസ്സിലാക്കുക. ആരോടും ദേഷ്യമോ ഒന്നും വെച്ചിരിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഡെഫിനറ്റായിട്ട് ആക്ഷൻസ് എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളോടും പറയുന്നത് റിമൈൻഡ് പോസിറ്റീവ്, സന്തോഷമായിട്ട് ഇരിക്കുക, പോസിറ്റിവിറ്റിയിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ കാർഡ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലെ സ്നേഹിതരായി തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നിങ്ങൾ നെഗറ്റീവായിട്ട് പിന്നെ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുമ്പോൾ കരയുന്ന ഫോട്ടോസ്, കരയുന്ന സിമ്മലീസ് ഒന്നും ഉണ്ടല്ലോ ഞാൻ റിമൂവ് ചെയ്യും. കാരണം നെഗറ്റിവിറ്റി ആണത്. നിങ്ങൾ ലോ എനർജി ആകുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ആ ലോ എനർജി പെട്ടെന്ന് ക്യാരി ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എഗെയിൻ കർമ്മ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ മെസ്സേജ് അയക്കാതിരിക്കുക. എനിക്കും പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ കറിഞ്ഞിട്ടൊന്നും മെസ്സേജ് അയക്കാതിരിക്കുക. ആ സിമ്പിൾസ് ഒന്നും ഇടാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പെയിൻ എപ്പോഴും നമ്മളെപ്പോഴും ഗ്രോത്തിന് വേണ്ടി വരുന്നത്, അത് മനസ്സിലാക്കാൻ അറിവില്ലാത്തത് കൊണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒക്കെ പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ ഇന്ന് ബുക്ക്ഡാണ്. നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്ത് നാളേക്ക് നിങ്ങൾക്ക് സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. ഇന്നലെ സാറ്റർഡേ കുറേ ബുക്കിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ പെയ്ഡ് റീഡിംഗ് ആണ്, മീൻസ് അവിടെ ഫീസ് ഉണ്ടായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ചിലവർ വന്നിട്ട് എനിക്ക് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യും, എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യും, 8 ക്വസ്റ്റ്യൻസ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇത്രയും നമുക്ക് റീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ എനർജി ലോസ് ആവും. പിന്നെ അത് അവരുടെ എനർജി എന്നിലേക്ക് വരുന്ന ആൾക്കാർ എപ്പോഴും ലോ എനർജിയിലാണ്. അപ്പോൾ ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ഉണ്ടായിരിക്കാം. അത് എന്നിലേക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നത് തെറ്റാണ്. പിന്നെ എൻ്റെ കാർഡിൻ്റെ എനർജി പോകും. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് അങ്ങനെ മെസ്സേജ് അയക്കാതിരിക്കും. ഞാൻ ലൈവ് റീഡിങ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആൻസർ കിട്ടേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ലൈവും ഞാൻ ഇൻഡ്യൂറ്റീവിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആ സമയത്ത് എൻ്റെ ലൈവ് കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. റിലേഷൻഷിപ്പ് ഹീലിംഗ് വേണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് ഹീലിംഗും ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വഴി ഞാൻ ചെയ്യുന്നതാണ്. സബ് കോൺഷ്യസ് ഹീലിംഗ് നടക്കുന്നുണ്ട്. ലെവൽ 1, ലെവൽ 2 ഒരുപാട് ടെക്നിക്സാണ് ലെവൽ 2 കൊടുക്കുന്നത്. ലെവൽ 1 നിങ്ങൾ ആദ്യം ആ എനർജിയിലേക്ക് എത്തിക്കും. മണി ചെക്കാണ് മെയിനായിട്ട് അവിടെ ചെയ്യുന്നത്. അത് നന്നായിട്ട് ഫിനാൻഷ്യൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന സമയം ഡെയിലി ഞാനും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ഞാനിവിടെ കൊടുക്കുന്നത് അത് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെർത്തായിരിക്കും കേട്ടോ. അതുപോലെ ക്രിസ്റ്റൽസ് ഇപ്പോൾ ബുക്കിങ്സ് ഇന്നലെ സെക്കൻഡ് സെഷൻ്റെ ഓഫ് ബുക്കിങ്സ് വന്നിട്ട് റൂട്ട് ചക്ര, എമെത്തിസ്റ്റ്, നിങ്ങൾക്ക് എന്താണ് ആദ്യം ഇഷ്യൂ എന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു ഇഷ്യൂവിനുള്ള ബ്രേസ്ലെറ്റ്സ് സജസ്റ്റ് ചെയ്തു തരാൻ എനിക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ ക്രിസ്റ്റൽസ് വേണമെങ്കിലും എന്നോടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വെൻസ്ഡേക്ക് ആയിട്ട് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ കഴിഞ്ഞ വീക്കിൽ ചോദിച്ച 1-2 പേരുണ്ട്. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. റൂട്ട് ചക്ര ബ്രേസ്ലെറ്റ്സ് ചോദിച്ചവർക്ക് പീസസ് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ടാരോ കോഴ്സ് 16th ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വ്യാഴാഴ്ചയാണ്, ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സൂം ക്ലാസ്സസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂമിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സസ് തരാം. അതിനുശേഷം ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫീസ് ഉണ്ട് അതിനും. ടാരോ കോഴ്സൊക്കെ സ്പിരിച്വൽ കോഴ്സസ് ആണ് അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് കുഞ്ഞ് എമൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ 78 കാർഡാണ്. അവിടെ 78 കാർഡെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഇട്ട എനർജി, ഒരുപാട് എനർജിയാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കത് പഠിച്ച് വരണമെങ്കിൽ നിങ്ങൾക്കൊരു വർത്ത് തന്നെ ആയിരിക്കും. ടാരോ പഠിക്കുന്നത് വളരെ നല്ലതാണ്. തേർഡ് ഐ ഓപ്പണെ ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള 6th സെൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതും ഈ ഒരു ടാരോ പഠിച്ചതിന് ശേഷമാണ്. ഓക്കെ, ഓറ റീഡിംഗ് ഒക്കെ ഞാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹീലിങ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. സ്വിച്ച് വേർഡ്സ് അതുപോലെ അഫോമേഷൻസ് ഒക്കെ വേണമെങ്കിലും കോൺടാക്റ്റ്. ഞാൻ കുഞ്ഞൊരു പേയ്മെൻറ്റ് ഒരു 222 ഒക്കെ വാങ്ങാറുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ലൈഫിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ എനർജി തന്നിട്ടാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പേയ്മെൻറ്റ് 222 വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്കും അത് പ്രാക്ടീസ് ചെയ്യില്ല. വെറുതെ കിട്ടുമ്പോൾ നമ്മൾ ചുമ്മാ 2 ദിവസം ചെയ്യുമ്പോൾ പിന്നെ മറക്കും. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരും പേ ചെയ്തതാണെന്ന്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പറയുന്നു. എഗെയിൻ കോൾ ചെയ്യരുത്. ഇന്നലെ ആരും കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ചെയ്യരുത്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വോയിസ് നോട്ടായിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ റീഡിങ്സിനും ഹീലിങ്സിനും വേണ്ടി മാത്രം മെസ്സേജ് ചെയ്യുക. ചുമ്മാ ഒരു ചിറ്റ്ചാറ്റിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ മെസ്സേജ് ഹായ് കണ്ടാൽ തന്നെ എനർജി റീഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ബ്ലോക്ക് ചെയ്യും കേട്ടോ. റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ, ഹീലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ, ബ്രേസ്ലെറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക. ആൻഡ് കോൾ ചെയ്യാതിരിക്കുക. വാട്സപ്പ് നമ്പർ ഇതിലുണ്ട്. എനിക്കൊരു വാട്സപ്പ് നമ്പറേ ഉള്ളൂ, ഇതിലുണ്ട്. ആൻഡ് ഗൂഗിൾ പേ നമ്പറും ഈ ഒരു സെയിം നമ്പർ തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.